ഹലോ ഡീസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാഹ്. റാത്തായി പോകുന്നു. ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ അടുത്ത് മലിഹ എന്ന് പറയും കേട്ടോ ഈ സ്ഥലത്തിന്. അവിടെ ഒരു പബ്ലിക് പാർക്ക് ഉണ്ട്, അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ഉള്ളൂ. കുറച്ച് അറബികളും അവരുടെ ഫാമിലീസൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു പാർക്കാണ് കേട്ടത്. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. മലയാളീസൊന്നുമില്ല കേട്ടോ, ഒക്കെ ഇതുപോലെ അറബി ഫാമിലിയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പാർക്കിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ ഇനി ഒരുപാട് ചെടികളും ചെടിച്ചട്ടികളൊക്കെ ഉള്ള ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇവിടെ ഇത്രയും ചെടികളും അതുപോലെ തന്നെ ചെടിച്ചട്ടികളും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് ചെടി വേണമെങ്കിലും, റോസാപ്പൂ ചെടിയൊക്കെ ഇവിടെ ഉണ്ട്. കണ്ടില്ല എന്ത് പൂവിടുന്ന ചെടികളാണെന്നോ. നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ഉണ്ട്. ഇത് രാത്രിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ ഉള്ളിലേക്കൊന്നും ഞാൻ കയറി നോക്കുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. നല്ല
ഇതൊക്കെ റോസാ, നമ്മളെ നാട്ടിലുള്ള ഗ്ലോബൻ വില്ല ഉണ്ടല്ലോ, ആ ഒരു ചെടിയാണ്. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഈ ഒരു ചെടിയും ഇതിൻ്റെ അപ്പുറത്തായിട്ട് ചെടിച്ചട്ടി ഉണ്ട് ഇഷ്ടം പോലെ. നമ്മളെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ, നമുക്ക് എന്താ പറയുക അറിയില്ല, കണ്ടിട്ട് അത്ഭുതമായിപ്പോയി ആ ചെടിച്ചട്ടികളൊക്കെ കണ്ടിട്ട്. ഓറഞ്ചിൻ്റെ മരമാണ്. തൈകളും എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മളിതൊന്നും വാങ്ങിച്ച് വെക്കില്ല. നാട്ടിലാണെങ്കിൽ ഇതിലൊക്കെ ഒന്ന് വാങ്ങിച്ച് വീട്ടിൽ വെക്കാമായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് പിന്നെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, നല്ല വെറൈറ്റി ഐറ്റംസ് സാധനങ്ങൾ. എന്താ പറയാനൊന്നും എനിക്കറിയില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുപോലത്തെ. ഇതൊക്കെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ നല്ല പ്രിയമായിരിക്കും, എന്താണെന്നറിയില്ല. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഒരുപാട് ചെടിച്ചട്ടികളുണ്ട്. പല കളറിലും പല വലുപ്പത്തിലുള്ള ചെടിച്ചട്ടികളുണ്ട്. ഇത് ചെറിയ ഐറ്റംസ് ചെടിച്ചട്ടികളാണ്. നല്ല വലുപ്പമുള്ള ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു വെറൈറ്റി ചെടിച്ചട്ടികളാണ്. ഇതിലിങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇതുപോലെ ചെടിച്ചട്ടികൾ മാത്രമാണുള്ളത്. കണ്ടില്ല, ഇതൊക്കെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികളാണ് കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടികളാണ്. എല്ലാ ചെടിച്ചട്ടികളും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന പോലെ വലിയ മരങ്ങളൊക്കെ വെക്കുന്ന ചട്ടിയായിരിക്കും ഇത്. എനിക്കറിയില്ല കേട്ടോ. ഇതുപോലത്തെ ചെടിച്ചട്ടികളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ചെറിയ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കാമെന്നല്ലാതെ ഇതുപോലത്തെ ചെടിച്ചട്ടികൾ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല ഭംഗിയുള്ള ചട്ടികൾ. ഇവിടെ ഇവർക്ക് എല്ലാ വർഷവും ഇവർ ചട്ടി വാങ്ങുന്നതാണ് പറഞ്ഞു കേട്ടെ. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള വേനൽക്കാലത്ത് എല്ലാ ചെടിയും വെയിലിൻ്റെ ചൂട് കൊണ്ട് എല്ലാ ചെടിയും നശിച്ചു പോകും. പിന്നെ വീണ്ടും ഇവർ പിറ്റത്തെ വർഷത്തേക്ക് വീണ്ടും വാങ്ങിക്കും. ഇതുപോലത്തെ ചട്ടികളും ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് വെക്കലാണ് അറബി വീട്ടിലൊക്കെ. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നല്ല റേറ്റുമാണ് കേട്ടോ ഈ ചട്ടികൾക്കും ചെടികൾക്കൊക്കെ. നല്ല റേറ്റാണ്. നമ്മൾ പറയുന്ന വിലയാണല്ലോ, മോഹവിലയാണ് ഇതിനുള്ളത്. അങ്ങനെ നിശ്ചിത പ്രൈസൊന്നുമില്ല, അങ്ങനത്തെ വിലയാണെന്നാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഒരാൾക്കൊക്കെ കടന്നിരിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള ചെടിച്ചട്ടികളാണ് കേട്ടോ അത്. നല്ല വലിപ്പമുണ്ട്. നല്ല പോട്ട്, നല്ല കുത്തിഞ്ഞാണത്തിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലുള്ള പോട്ടാണ് കേട്ടത്. ഇതൊക്കെ ഷോർട്ടായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ ഒരുപാട് ഏരിയ ഉണ്ട്.
ഈ നഴ്സറിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ തട്ടുകടകളുണ്ടല്ലോ, അതുപോലത്തെ കടകളുണ്ട്. ഇഷ്ടംപോലെ കടകളിലൊക്കെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പകൽ സമയങ്ങളിലില്ലാന്ന് തോന്നുന്നു, ഈ സമയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. പകൽ നല്ല വെയിലല്ല, ആ സമയത്ത് ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. വൈകുന്നേര സമയങ്ങളിലാണ് ഇവർ കച്ചവടമായിട്ട് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരിതാ വെയിറ്റ് ചെയ്യും. നമ്മൾ എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ എന്തോ ആണ്. അപ്പോൾ അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. സംഭവമാണ് കേട്ടോ, ഇവിടെ കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. ഇത് ഒരു പ്രത്യേക ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഫോട്ടോസൊന്നും ക്ലിയർ ഇല്ല, അവിടെ നിന്ന് ഇതിൽ വെളിച്ചുണ്ടായിട്ടോ എന്താ അറിയില്ല, ഫോട്ടോസൊന്നും ക്ലിയർ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ ഇവിടുത്തെ പാർക്കിലേക്ക് തന്നെ പോവുകയാണ്. പാർക്കിൽ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. നടന്നിങ്ങനെ വരാനാണല്ലോ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഒന്നും കാണില്ലല്ലോ. അത് നമ്മൾ പാർക്കിൽ പോയിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. മോൻക്കിതൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കാണുകയാണല്ലോ, കളിക്കാനൊക്കെ നല്ല പറ്റിയ ഓരോ സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു സൈഡിലായിട്ട് ഇതുപോലെ അറബിക് മജ്ലിസുകളുണ്ട് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഭംഗിയുള്ള മജ്ലിസുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ചെറുതും വലുതെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു കടയാണ് കേട്ടോ അത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല, ജസ്റ്റ് പുറമേയുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള മജ്ലിസുകളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി നല്ല പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ദുബായിലുള്ള ഞങ്ങൾ പോകുന്ന സ്ഥലത്തുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാനെന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.